അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാലം സമ്മാനിച്ച കനകവസന്തം, ഈ വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രൂപ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ കൂട്ടായ്മ കബൂൽ ചെയ്യുമാറാവട്ടെ. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാൻ ഈ സോഷ്യൽ മീഡിയ സംഗമം ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉറുദുവിൽ ഒരു ആപ്തവാക്യമുണ്ട്, അപ്നെ ലിയെ ജിയെ തോ ക്യാ ജിയെ, ജിയെ ദിൽ ജമാനെ കെ ലിയെ. സ്വന്തത്തിന് വേണ്ടി ജീവിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് മനസ്സെ, നീ കാലഘട്ടത്തിന് വേണ്ടി ജീവിക്കൂ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. നമുക്കറിയാം, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മോട് വിട പറഞ്ഞിട്ട് 6 വർഷം പൂർത്തിയാവുകയാണ്. എന്നിട്ടും മഹാനവറുകൾ ഇന്ന് നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്നു. നാടിൻ്റെ മുക്കുമൂലകളിൽ അദ്ദേഹത്തിൻ്റെ നാമം ഉയർന്നു കേൾക്കാൻ നമുക്ക് കഴിയുന്നു. എന്തുകൊണ്ടാണത്? അദ്ദേഹത്തെ പോലെ ലക്ഷക്കണക്കായ ആളുകൾ ഈ ലോകത്ത് ജീവിച്ച് മൺമറഞ്ഞു പോയിട്ടും അദ്ദേഹത്തിൻ്റെ നാമം മറ്റുള്ളവരെക്കാൾ ഉയർന്നു കേൾക്കുന്നത് അദ്ദേഹം തൻ്റെ കഴിവുകൾ മുഴുവൻ, നൈസർഗികമായി അള്ളാഹു നൽകിയ കഴിവുകൾ മുഴുവൻ മഹത്തായ നമ്മുടെ മതത്തിനു വേണ്ടിയും സമുദായത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും സമർപ്പിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിട്ടും പ്രതിസന്ധികളുണ്ടായിട്ടും അതെല്ലാം ഒരു മനോഹരമായ പുഞ്ചിരി കൊണ്ട് തരണം ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി തന്നെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇന്ന് രാജ്യത്ത് ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന സ്നേഹനിധിയായ നാമമായി മാറിയത്. വർത്തമാനകാല സാമൂഹിക മേഖലയെ ഏറ്റവും പ്രഫുല്ലമാക്കിയ ഒരു മഹാത്മാവായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മഹാനായ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ ചില മഹാന്മാരെക്കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇദാ അഹബ്ബല്ലാഹു തആല അബ്ദൻ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫനാദ ജിബ്രീല, അവൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കും. എന്നിട്ട് ഫഖാല പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ, ഞാൻ ഇന്നാലെന്ന അടിമയെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഫഅഹിബ്ബുഹു, താങ്കളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക. അതോടുകൂടെ ഫഅഹബ്ബഹു ജിബ്രീൽ, ആ മനുഷ്യനെ അള്ളാഹു തആല ഈ ലോകത്ത് ഇഷ്ടപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ച മനുഷ്യനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇഷ്ടപ്പെടുന്നു. ഫയുനാദി ഫിസ്സമായി, ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിലേക്ക് നോക്കിയിട്ട് അവിടെയുള്ള മാലാഖമാരോട് വിളിച്ചു പറയും, ഇതാ ഇന്നാലെന്ന അടിമയെ തീർച്ചയായിട്ടും അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട്, ഫഅഹിബ്ബുഹു, നിങ്ങളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുവീൻ. അതോടുകൂടെ അവരും ഇഷ്ടപ്പെടുകയാണ്. അതിനുശേഷം സുമ്മയൂല ഉൽ ഖബൂലു ഫിൽ അർള്, ഭൂമിയിൽ ആ മനുഷ്യന് വലിയ സ്വീകാര്യത, വലിയ സ്വീകരണം അള്ളാഹു തആല ഏർപ്പെടുത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില മഹാത്മാക്കൾ നമ്മുടെ ഈ ലോകത്ത് മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ നാമം ഇപ്പോഴും നാം സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ ജീവിക്കുന്ന കാലഘട്ടത്തിന് വേണ്ടി ജീവിച്ച് അവരാൽ ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി നാടിനും സമൂഹത്തിനും മതത്തിനു വേണ്ടി ചെയ്തവർ അവരുടെ നാമം എന്നേക്കും അനശ്വരമാക്കിക്കൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത്. അവരിൽ അവസാനത്തെ കണ്ണിയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ഇതര രാജ്യങ്ങളിൽ പോയാലും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമം ഉയർന്നു കേൾക്കുകയാണ്. കാരണം അദ്ദേഹം ഒരുപാട് നന്മകൾ നമുക്ക് പകർത്തി തന്നിട്ടുണ്ട്. എല്ലാ മേഖലയിലും അദ്ദേഹം മാതൃകാ പുരുഷനായിരുന്നു. നാം ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ 108 കോടിയോളം ജനങ്ങൾ ജീവിക്കുന്ന രാജ്യം. ഈ രാജ്യം ഏതെങ്കിലും ഒരു മതത്തിന് തീരെഴുതി കൊടുത്ത രാജ്യമല്ല. ഇവിടെ ഭൂരിഭാഗം ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളും ക്രൈസ്തവന്മാരും ജൈനമതക്കാരും ബുദ്ധമതക്കാരും മതമുള്ളവരും ഇല്ലാത്തവരുമെല്ലാം സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സാഹോദര്യത്തോടു കൂടെയാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ശത്രുക്കളായ ബ്രിട്ടീഷുകാർ ഈ രാജ്യം വിട്ട് പോകുന്നതുവരെ തോളോട് തോളുരുമ്മി ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു ജപമാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി. അതിൻ്റെ ഫലമായി ഈ രാജ്യം 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്രമാവുകയും സ്വാതന്ത്ര്യാനന്തര ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ നമ്മുടെ പൂർവ്വസൂരികൾ വളരെ ത്യാഗം സഹിക്കുകയും അതുവഴി ജനാധിപത്യ മതേതരത്വ പ്രക്രിയയിലൂടെയുള്ള ഒരു ഭരണഘടനയും ഭരണകൂടവും ഈ രാജ്യത്ത് ലഭിക്കപ്പെടുകയും ചെയ്തു.
എന്നാൽ ഇന്ത്യ സ്വതന്ത്രമായി 6 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ പൂർവ്വസൂരികൾ കെട്ടിപ്പടുത്ത മഹത്തായ മതേതര ഗുണങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ചില ആളുകൾ രംഗത്ത് വരികയും അതിന്റെ ദുരന്തങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന്റെ വേദനാജനകമായ പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ചില ആളുകൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രതിരോധിക്കാൻ തീവ്രവാദം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗീയതയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. അതിനെതിരെ ശക്തമായിരിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസൽമാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാട്ടിത്തന്ന മഹാനായ നേതാവാണ്, മാതൃകാ പുരുഷനാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തമായിരുന്നു 1992 ഡിസംബർ 6 ഈ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ 4.5 നൂറ്റാണ്ട് കാലം മഹാന്മാരായ നമ്മുടെ മഹത്തുക്കളായ മുൻഗാമികളാൽ നിർമ്മിക്കപ്പെട്ട മഹത്തായ ബാബരി മസ്ജിദ് തങ്കത്താഴിക കൂടങ്ങൾ തകർത്തു തരിപ്പണമാക്കിയത്. ആ സമയത്ത് ഈ രാജ്യത്ത് ഉത്തരേന്ത്യയിൽ ധാരാളം വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ബോംബെയിലും സൂറത്തിലും അതേപോലെ ഉത്തർപ്രദേശിലെ പല ഭാഗങ്ങളിലും ഡൽഹിയിലും കശ്മീരിലും അടക്കം അതിന്റെ പ്രതിഫലനങ്ങളുണ്ടായി. ആയിരക്കണക്കായ സഹോദരന്മാർ ചുട്ടരിക്കപ്പെട്ടു, ധാരാളം സഹോദരിമാർ പീഡിപ്പിക്കപ്പെട്ടു, കൊച്ചുമക്കൾ യത്തീമുകളാക്കപ്പെട്ടു, ഒരുപാട് രക്തമൊഴുകി. എന്നാൽ മതപരമായി ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന, വിശ്വാസപരമായി മറ്റു പ്രദേശങ്ങളിലേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ വർഗീയതയുടെ ഒരു ചെറിയ പൊരി പോലും വരാതെ കാത്തു സൂക്ഷിച്ചത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അന്നത്തെ ആ സംഭവത്തെക്കുറിച്ച് കേരളത്തിലെ അറിയപ്പെട്ട സാഹിത്യകാരനായ ഡോക്ടർ എം രാധാകൃഷ്ണൻ ഇങ്ങനെ അനുസ്മരിക്കുന്നുണ്ട്. ഞാൻ 1992 ഡിസംബർ 6 മലപ്പുറത്തൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ വാഹനത്തിന്റെ മുമ്പിലൂടെ ഒരു അനൗൺസ്മെന്റ് വാഹനം വരുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ആ അനൗൺസിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്: പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, 4.5 നൂറ്റാണ്ട് കാലം നാം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച നമ്മുടെ മഹത്തായ ബാബരി മസ്ജിദിന്റെ തങ്കത്താഴിക കൂടങ്ങൾ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നേതാവായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മോട് ആജ്ഞാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അനൗൺസ്മെന്റ് വാഹനമാണ് എൻ്റെ വാഹനത്തിന് എതിരെ വന്നുകൊണ്ടിരുന്നത്. ഇത് കേട്ടപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഒന്ന് ഭയപ്പെട്ടു പോയി. കാരണം ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലൂടെയാണ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ മാപ്പിളമാരുടെ നാടാണ്. എൻ്റെ മതവിശ്വാസം അവർക്കറിയാം, ഞാനൊരു ഹിന്ദുവാണ്. തീർച്ചയായിട്ടും ബാബരി മസ്ജിദ് തകർത്തത് ഹിന്ദുക്കളാണ്. അതിനുള്ള പ്രതികാരവുമായി ഊരിപ്പിടിച്ച കത്തിയുമായി ഒരുപക്ഷെ ഈ വാഹനത്തിന്റെ പുറകിൽ മാപ്പിളമാരുണ്ടാകും. അവർ എന്നെ തിരിച്ചറിഞ്ഞാൽ, ദൈവമേ, ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു പോയി. എൻ്റെ നാഡീ ഞരമ്പുകൾ തകർന്നു പോവുകയാണ്, നിശ്ചലമായി പോവുകയാണ്. ഞാൻ ആകാശത്തിലേക്കും വായുവിലേക്കും ഒന്നുകൂടെ നോക്കി. എനിക്കിനി ഈ ആകാശത്തെ കാണാൻ കഴിയുമോ? എനിക്ക് ഈ ഭൂമിയെ കാണാൻ കഴിയുമോ? അപ്പോഴാണ് ആ വാഹനത്തിൽ നിന്ന് അനൗൺസ് ചെയ്യുന്ന ആൾ അടുത്ത വാചകം പറയുന്നത്: പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മഹത്തായ ബാബരി മസ്ജിദിന്റെ തങ്കത്താഴിക കൂടങ്ങൾ വർഗീയ ഫാസിസ്റ്റുകൾ ശക്തികൾ തകർത്തിട്ടുണ്ട്. പക്ഷേ അതിന് പകരമായി ഒരു ഹിന്ദുവും ഇവിടെ ദുഃഖിക്കാൻ പാടില്ല, ഒരു ഹിന്ദുവിന്റെ അമ്പലവും പൊളിക്കാൻ പാടില്ല. നമ്മുടെ ആത്മീയ നേതാവായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം യൂത്ത് ലീഗുകാരോട്, മുസ്ലിം ലീഗുകാരോട്, മുസ്ലിം ചെറുപ്പക്കാരോട് ആഹ്വാനം ചെയ്യുന്നു: നിങ്ങളുടെ പരിസരത്തുള്ള അമ്പലങ്ങൾക്ക് നിങ്ങൾ പോയി കാവൽ നിൽക്കുക. ഒരമ്പലവും അതിന്റെ പേരിൽ ഇവിടെ തകർന്നുകൂടാ. നമ്മുടെ മഹത്തായ മതസൗഹാർദ്ദം ഇതിന്റെ പേരിൽ കോട്ടം തട്ടിക്കൂടാ. അതോടുകൂടെ അതുവരെ ഞാൻ ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ മാത്രം കരുതി എന്റെ പ്രതിപക്ഷത്തുള്ള പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലക്ക് അകലം പാലിച്ചുകൊണ്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ വീക്ഷിച്ചതെങ്കിൽ എന്റെ മനസ്സിലെ ഏറ്റവും വലിയ രാജസുൽത്താനായി ഞാൻ അദ്ദേഹത്തെ കാണാൻ തുടങ്ങി. ഉടൻ തന്നെ എന്റെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു: ഇനി നമുക്ക് പോകേണ്ടത് വീട്ടിലേക്കല്ല, ഈ മഹത്തായ മതസൗഹാർദ്ദത്തിന്റെ അംബാസഡറെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ് എനിക്ക് കാണേണ്ടത്. ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്കാണ് നേരെ പോയത്. അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നുകൊണ്ട് മാറോട് ചേർത്ത് ഞാൻ അദ്ദേഹത്തെ പുൽകി. ഡിസംബർ 6 എന്ന പേജ് ഞാൻ എൻ്റെ ഡയറിയിൽ മറിച്ചു. എന്നിട്ട് അതിൽ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു: 1992 ഡിസംബർ 6 സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്ത്യയുടെ ആത്മാവ് കണ്ട മഹാൻ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും അംഗീകരിച്ച കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിൽ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇതര മതവിശ്വാസികളും തമ്മിലുള്ള ഐക്യം പുലർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച മഹാനാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നുള്ളത്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർ
എല്ലാ മേഖലയിലും നമുക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറത്തെ മഹത്വം നൽകിയ മഹാനാണ്. JDT ഇസ്ലാം ഓർഫനേജിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മർഹൂം ഹസൻ ഹാജി അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിനു വേണ്ടി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം രാവിലെ തന്നെ വന്നു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തു. ആ ഉടമസ്ഥൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഒരു ഹദിയായി ഒരു വലിയ പാക്കറ്റിൽ സ്വർണ്ണാഭരണം നൽകി. അതിൽ ഏതാണ്ട് 20 പവൻ ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയാം. ഹസൻ ഹാജി ഓർമ്മിക്കുകയാണ്, അതിൽ 20 പവൻ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ കാറിൽ തിരിച്ചു പോകുമ്പോൾ പാണക്കാട് തങ്ങൾ ഈ ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജ്വല്ലറിയും മദ്രസയും പള്ളിയും സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്ത മഹാൻ എന്ന് ഗിന്നസ് ബുക്കിൽ പേര് വരികയാണെങ്കിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരാണ് വരിക. അത്രമാത്രം ജ്വല്ലറികളും ഷോപ്പുകളും മാളുകളും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പവിത്രമായ കരങ്ങൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഞാൻ ചിന്തിച്ചു, എല്ലാ പരിപാടികൾക്ക് പോകുമ്പോഴും ഇതേപോലെ ഷോപ്പിന്റെ ഉടമസ്ഥന്മാർ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിക്കുന്ന ആളുകൾ തുച്ഛമല്ലാത്ത മോശമല്ലാത്ത ഒരു പാരിതോഷികം സയ്യിദ് അവറുകൾക്ക് നൽകാറുണ്ട്. ഇതൊക്കെ സയ്യിദ് അവറുകൾ എന്താണ് ചെയ്യുന്നത്? ഏത് ബാങ്കിലായിരിക്കും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിക്ഷേപിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വാഹനം രാമനാട്ടുകരക്കടുത്തെത്തി. ആ സമയത്ത് തങ്ങൾ എന്നോട് പറഞ്ഞു, ഹസനാജി, എന്റെ ഒരു കൂട്ടുകാരന്റെ ബന്ധു മരിച്ചിട്ടുണ്ട്, അവിടെ ഒന്ന് കയറിയതിനു ശേഷം നമുക്ക് പോകാം. അങ്ങനെ ആ വീട്ടിൽ പോയി അവിടുന്ന് പ്രാർത്ഥന നിർവഹിച്ചു. തിരിച്ചു വണ്ടിയിൽ കയറാൻ നേരത്താണ് ഒരു സാധുവായിരിക്കുന്ന സഹോദരി ഓടിക്കതച്ചുകൊണ്ട് തങ്ങളെ കണ്ടപ്പോൾ ഓടി വരികയാണ്. തങ്ങളുപ്പാപ്പ, എന്റെ മകളുടെ നിക്കാഹ് ഉറപ്പിച്ചിട്ടുണ്ട്, അടുത്ത ആഴ്ചയാണ്. കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് അങ്ങ് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉടൻ തന്നെ ആ കാറിൽ നിന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഡ്രൈവറോട് പറഞ്ഞു, നേരത്തെ നമുക്ക് ആ കട ഉദ്ഘാടനത്തിന് വേണ്ടി കിട്ടിയ ഒരു പേഴ്സ് ഉണ്ടല്ലോ, ഒരു കവർ ഉണ്ടല്ലോ, അതൊന്നും എടുത്തുകൊണ്ടുവരും. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞപ്പോൾ ഡ്രൈവർ പുറകിൽ പോയി അതിൽ നിന്ന് ആ കവറിൽ നിന്ന് അവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന സ്വർണ്ണാഭരണം ആ സഹോദരിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എടുത്തുകൊള്ളുക, ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ ചൊവ്വാഴ്ച പാണക്കാട്ടേക്ക് വന്നോളൂ. ഹസനാജി കണ്ണു നിറച്ചുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് യാത്ര ചെയ്തത്. ഈ മഹാത്മാവിനെ കുറിച്ചാണോ തെറ്റിദ്ധരിച്ചു പോയത്? ഇങ്ങനെ തങ്ങൾക്ക് ലഭിക്കുന്നത് മുഴുവൻ വേദനിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി കൈമാറിയ മഹാനാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആളുകളുടെ നൊമ്പരമകറ്റുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ വാഹകനായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതേപോലെ സാധാരണക്കാരോടും പാവങ്ങളോടും വലിയ കാരുണ്യവും സ്നേഹവും വാത്സല്യവും കാണിക്കുവാൻ യാതൊരു മടിയും കാണിക്കാത്ത, യാതൊരു പിശുക്കും കാണിക്കാത്ത മാതൃകയായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമുക്ക് കാട്ടിത്തന്നത്. പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിൽ UDF-ന്റെ നിർണായകമായ യോഗം ചേരുകയാണ്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള UDF-ന്റെ പ്രഗത്ഭരായ നേതാക്കന്മാർ, KM മാണിയെ പോലെ അന്നത്തെ UDF-ലെ ഘടകകക്ഷികളുടെ സമുന്നതരായ നേതാക്കന്മാർ ഭാവി രാഷ്ട്രീയത്തിന്റെ ഗതിവിധികൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവർ വളരെയധികം ചൂടേറിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ഹൈന്ദവ സഹോദരി ഓടിക്കതച്ചുകൊണ്ട് ഉമ്മറപ്പടിയിൽ വന്നിട്ട് വിളിക്കുന്നു, തങ്ങളുപ്പാപ്പ, തങ്ങളുപ്പാപ്പ, ഒന്ന് വരുമോ? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഒരു സാധുവായ വിയർപ്പ് കണങ്ങൾ പൊടിയുന്ന വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ വന്നുകൊണ്ട് വിളിക്കുമ്പോൾ നിർണായകമായ ചർച്ചയിൽ നിന്ന് യാതൊരു നീരസവും കാണിക്കാതെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പുറത്തു വരികയും ആ സഹോദരിയോട് ആവശ്യം ആരായുകയും ചെയ്തു. ആ സഹോദരിയുടെ ആവശ്യം കേട്ടപ്പോൾ സദസ്യർ മുഴുവൻ ചിരിച്ചുപോയി. കാരണം അവർ പറയുകയാണ്, തങ്ങളുപ്പാപ്പ, ഞാനൊരു പശുവിനെ വാങ്ങിയിരുന്നു, എന്റെ വീടും പറമ്പുമെല്ലാം പണയം വെച്ചുകൊണ്ടാണ് 10,000-കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഞാൻ പശുവിനെ വാങ്ങിയത്. പക്ഷേ ആ പശു പാല് കറക്കാൻ സമ്മതിക്കുന്നില്ല, ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന സഹോദരിയോട് വളരെ സ്നേഹത്തോടുകൂടെ സയ്യിദ് അവറുകൾ ഒരു നൂലെടുത്ത് മന്ത്രിച്ചൂതി, ഇത് നിന്റെ പശുവിന്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തോളൂ എന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിച്ച് മടക്കി അയക്കുമ്പോഴാണ് ചിരിച്ചവർ മുഴുവൻ ആ മഹാത്മാവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞത്. എത്ര വലിയ നിർണായകമായിരിക്കുന്ന മീറ്റിംഗ് നടക്കുമ്പോഴും സാധുക്കളെ അവഗണിക്കാതെ അവരോട് സ്നേഹം കാണിക്കുന്ന, പരിഗണിക്കുന്ന നേതാവിനെ കാണാൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ തന്നെ നാം കാണേണ്ടതുണ്ട്. ഈ രൂപത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മഹാന്മാർ വളരെ അപൂർവമാണ്, ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും, നേതാക്കന്മാർക്ക് നേതാവായി, പ്രിയപ്പെട്ട മക്കളോട് വാത്സല്യം കാണിക്കുന്ന പിതാവായി, ഭാര്യമാരോട് സ്നേഹനിധിയായ ഭർത്താവായി, സഹോദരന്മാർക്ക് ഏറ്റവും വലിയ സ്നേഹനിധിയായ സഹോദരനായി, നാട്ടുകാർക്ക് പ്രിയപ്പെട്ട തങ്ങളുപ്പാപ്പയായി, എല്ലാവരുടെയും മനസ്സ് കവർന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞാലും എഴുതിയാലും തീരാത്ത
ഒരുപാട് നന്മകൾ ഈ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ഇൻഷാ അള്ളാഹ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മറ്റൊരിക്കൽ പറയാമെന്ന് വാക്ക് തന്നുകൊണ്ട് എന്നെ ശ്രമിച്ചതിന് നിങ്ങൾക്കൊക്കെ നന്ദി രേഖപ്പെടുത്തി ഈ വിനീതിനു വേണ്ടി നിങ്ങളുടെ ദുആയിൽ സ്ഥാനം തരണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി